ഹലോ ഹായ്, ഷൈ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് അബുദാബി അലൈൻ എന്ന സ്ഥലമാണ്. ഈ അലൈനിൽ ചൂടുകാലത്ത് മാത്രം കൃഷി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കൃഷികൾ, അത് നമുക്ക് വിളവ് തരുന്നതും പിന്നെ ഉണങ്ങിപ്പോവാതെ സൂക്ഷിച്ച് നനച്ച് അത്രയും ഭദ്രമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന കുറച്ച്, ഒരുപാടൊന്നുമില്ല, കുറച്ച് ചെടികളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ കറിവേപ്പില തുടങ്ങാം. കണ്ട, ഈ ചൂടുകാലത്ത് വെള്ളം കെട്ടി നിർത്തി സൂക്ഷിച്ച് വളർത്തിയെടുത്ത നമ്മുടെ കറിവേപ്പില അല്ലേ, നമ്മുടെ ഭക്ഷണത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത കറിവേപ്പില. ഇതൊരു ചെറുപയർ തൈയാണ്. ചെറുപയർ തന്നെ മുളച്ചതായിരുന്നു. നിറയെ കായുണ്ടായി. ഞാൻ പറിച്ച് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉണങ്ങിയത് ഞാൻ ഇടയ്ക്ക് കാണിച്ചു തരാം. ഇത് പോയും തോന്നുന്നു, കഴിഞ്ഞും തോന്നുന്നു. ഇതിന് പറിച്ച് കളയാറായിട്ടുണ്ട്. പിന്നെ ഇത് മുളക് മരം. ഇതാണ് കോവൽ ചൂടുകാലത്ത് പോയില്ല, ഇങ്ങനെ ഉണങ്ങി നിന്നിരുന്നു. ഇപ്പം നനവൊക്കെ ആയി. ഇപ്പം ചെറിയ തണുപ്പും കാലാവസ്ഥയ്ക്ക് മാറ്റം വരുന്നതുകൊണ്ടായിരിക്കും ഇപ്പം തളിർപ്പൊക്കെ വന്ന് ഉഷാറായി വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു കറിവേപ്പില മരമുണ്ട്. അവിടെ മുളക് മരമുണ്ട്. എനിക്ക് ഇവിടെ ഒരു കറിവേപ്പിലയുണ്ട്. കറിവേപ്പില മരം 4-5 ഉണ്ട് കേട്ടോ. ഇതൊരു മുളക് മരം. ഇത് അനാറാണ് കേട്ടോ. അനാർ പൂവിട്ടിരുന്നു, പക്ഷേ ചൂട് കൊണ്ടാന്ന് തോന്നുന്നു പൂവ് പിടിച്ചില്ല, അത് വീണുപോയി. പിന്നെ ഇത് ചെറുനാരങ്ങ മരം. ഈ ചെറുനാരങ്ങ മരം നട്ടിട്ട് 2 ആഴ്ചയായിട്ടേ ഉള്ളൂ കേട്ടോ. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന്. ഓക്കെ, ഇത് ചൊറിയൻ ചേമ്പ് എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലേക്ക് ഞൊട്ടിച്ചേമ്പ്, ചൊറിയൻ ചേമ്പ് എന്നൊക്കെ പറയുന്ന കുഞ്ഞിച്ചേമ്പ്. നട്ടിട്ടേ ഉള്ളൂ കേട്ടോ. നട്ടിട്ട് 2-3 ആഴ്ചയായിട്ടേ ഉള്ളൂ. ഇത് നീളം വഴുതനങ്ങയാണ്. ഇതാ കപ്പ ഉണ്ടോ? കപ്പ, പൂള, മരച്ചീനി, കിഴങ്ങ് എന്നൊക്കെ പറയുന്ന നമ്മുടെ കുഞ്ഞി ലക്ഷ്മിക്കുട്ടി നാട്ടിൽ പോയപ്പം കൊണ്ടുവന്ന 2-3 കമ്പുകളാണ്. അതാ വഴുതനങ്ങ. ഇത് വഴുതനങ്ങ നിറച്ചുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ചൂടിൻ്റെ ശക്തി കൊണ്ട് അതിങ്ങനെ ഇലയൊക്കെ ഇതായി. ഞങ്ങൾ കൊമ്പൊക്കെ വെട്ടിക്കൊടുത്ത് നിർത്തിയേക്കുന്നതാണ്. നല്ല ഇല ഉണ്ടായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു. ഇത് മുളകാട്ടോ. മുളക് നിറച്ചുണ്ടായിരുന്നു. ചൂടായപ്പം ഇലയെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത് ഈ ചൂട് കൊണ്ടാട്ടോ. പിന്നെ ഞാനിതിങ്ങനെ ബഡ് ചെയ്ത് കൊടുത്ത പോലെ കൊടുത്തിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ തണുപ്പാകുമ്പോഴേക്കും ഉഷാറ് വെച്ച് വരട്ടെ. ഇത് ചേമ്പ് നട്ടതാട്ടോ. പക്ഷേ ചേമ്പ് മുളച്ചിട്ടില്ല. ഇവിടെ ഒന്ന് മുളച്ചിരുന്നു, അതും പോയി. ചൂട് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുമോ നോക്കാം. ഇതാ കപ്പ. കണ്ട, കപ്പ എനിക്ക് 5 മൂട് കപ്പയുണ്ടേ. 4 മൂട് ഞാൻ കാണിച്ചു തന്നു. 1 മൂട് മുൻവശത്താണ്. ഇത് വാഴ കണ്ടോ? വാഴ ഉഷാറാണ്. കണ്ട വാഴ. പക്ഷെ വാഴക്കൊല ഉണ്ടാകുന്നത് ചെറിയ കായായിരിക്കും. കാരണം വാഴ കുലയ്ക്കാനാകുമ്പോഴേക്കും ചൂടാവും. അതുകൊണ്ട് വാഴ കുലയ്ക്കൽ കുറവാണ്. പിന്നെ നമുക്ക് ഇലയൊക്കെ എടുക്കാമല്ലോ, അടയൊക്കെ ഉണ്ടാക്കാൻ ഇല എടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് നട്ടതാണ്. പിന്നെ ഇത് ഈ പയർ ചൂടുകാലത്ത് ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഇത് ചൂടുകാലത്ത് ഒരെണ്ണം മുളപ്പിച്ച് നോക്കിയതായിരുന്നു, പക്ഷേ കായഫലം ഉണ്ടായില്ല. പക്ഷേ ഇപ്പം കാലാവസ്ഥയ്ക്ക് ചേഞ്ച് വന്നതോടുകൂടി പയറിൻ്റെ ഇലയ്ക്കൊക്കെ ഇത്തിരി ഉഷാറ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് വെണ്ടയ്ക്ക ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. ചൂടുകാലത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പച്ചക്കറിയാണ് വെണ്ടയ്ക്ക. ഇത് കണ്ടോ, നിറച്ച് വെണ്ടയ്ക്ക ഉണ്ടായി. ഞങ്ങൾ ഒരുപാട് കറി വെച്ചു, കഴിച്ചു. പിന്നെ ഞാൻ ചെറിയ ചെറിയ കൃഷികളൊക്കെ അതേ നട്ടിട്ടുണ്ട്. ഉഷാറായി വരണം. ഇതാ ഒരു വാഴ. 3 വാഴയുണ്ട് കേട്ടോ. എനിക്ക് അതിലൊരു വാഴ. ഇതാരാന്നറിയാമോ? ഇതാണ് ഫാഷൻ ബൂട്ട്. ഇവിടെ നിൽക്കാറില്ല, ചൂടുകാലത്ത് ഉണങ്ങിപ്പോവും. പക്ഷേ ഞാൻ ഈ ഫാഷൻ ബൂട്ടിനെ തുണിയെല്ലാം പുതപ്പിച്ച് എപ്പോഴും വെള്ളം കെട്ടി നിർത്തി നനവൊക്കെ കൊടുത്ത് സൂക്ഷിച്ച് വെച്ചതുകൊണ്ട് ഉഷാറായി നിൽക്കുന്നു. കണ്ട, ഇനിയിപ്പോൾ കാലാവസ്ഥ മാറുമ്പം വലുതാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പച്ചക്കറികൾ. ഓക്കെ, ഇനി നിറയെ പൂക്കൾ നടുന്നുണ്ട് ഞാൻ. അത് നിങ്ങൾക്ക് ഞാൻ പിന്നീട് ഒരു ദിവസം ഇട്ട് തരാം കേട്ടോ.
ഇതാണ് എൻ്റെ അബുദാബി അലൈനിലെ ചെറിയ കൃഷിത്തോട്ടം. ചെറിയത് കേട്ടോ, ചെറിയ കൃഷിത്തോട്ടം. ഇനി ഞാൻ കുറച്ചും കൂടി നട്ടു തുടങ്ങും കാലാവസ്ഥ മാറുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു വീഡിയോ ആക്കി ഇട്ട് തരാം. ഓക്കെ, ഇതാണ് എൻ്റെ അബുദാബി അലൈൻ കൊച്ചു കൃഷിത്തോട്ടം. ഇനി ഞാൻ കൃഷി തണുപ്പൊക്കെ വന്നു കഴിയുമ്പം ചെറിയ കൃഷിയൊക്കെ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വീഡിയോ എൻ്റെ കൃഷി തുടങ്ങുന്നതും ഒക്കെ ഞാൻ ഇട്ട് തരാം. ഇപ്പം ഇവിടെ ഉള്ള കൃഷികളാണ്. ഈ ചൂടത്ത് ഞാൻ വെള്ളമൊക്കെ കൊടുത്ത് പിടിച്ച് നിർത്തിയ കുറച്ച് കൃഷികളെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പം എല്ലാവർക്കും ബായ്.